എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ പഞ്ചായത്തിലാണ്. അപ്പം വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു. അതായത് ഹയർ സെക്കൻഡറിയുടെ പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത. അതിൻ്റെ ലിങ്ക് ഞങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ്റായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് സന്ദർശിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും എല്ലാവരും കാത്തിരുന്ന ഒരു വാർത്ത തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട് പല അഭ്യൂഹങ്ങളൊക്കെ നിലനിന്നിരുന്നു. HSSൻ്റെ ലൈവ് പേജിലൊക്കെ തന്നെ ഇത്തരത്തിൽ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെപ്പറ്റിയൊക്കെ കൃത്യമായിട്ടുള്ളൊരു ഡേറ്റ് എന്ന് വരും എന്നുള്ള ഒരു ആശങ്ക വിദ്യാർത്ഥികൾക്കിടയിൽ നിലനിന്നിരുന്നു. അപ്പോഴാണ് വളരെ എക്സ്ക്ലൂസീവായിട്ടുള്ളൊരു വാർത്ത നിങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ലിങ്ക്, അതായത് സ്കൂൾ വൈസിൻ്റെ ഉണ്ട്, അതോടൊപ്പം തന്നെ സ്കൂളല്ലാത്തത് വ്യക്തി ഇൻഡിവിജ്വലായിട്ടുള്ള മാർക്ക് അറിയാം, അതോടൊപ്പം തന്നെ സ്കൂളിൻ്റെ മൊത്തത്തിലുള്ള ലിസ്റ്റ് അറിയാൻ സാധിക്കും. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള ലിങ്ക് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. എല്ലാ വിദ്യാർത്ഥികളും അതിൻ്റെ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഈ വിവരം പരമാവധി ഷെയർ ചെയ്യുക. കാരണം എല്ലാവരും ടെൻഷനിലാണ്. കാരണം നമുക്കറിയാം, നിങ്ങളിപ്പോൾ +1-ൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് +2-ൻ്റെ ഏതൊക്കെ വിഷയങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം എന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ളൊരു ധാരണ ഉണ്ടാകാൻ വേണ്ടി കഴിയുകയുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടാകട്ടെ. ഈ മാർഗ്ഗം അനുസരിച്ച് വേണം, ഇനിയൊരു അവസരമില്ല. അപ്പോൾ ഈ മാർഗ്ഗം അനുസരിച്ച് വേണം നിങ്ങൾ +2-ന് കൂടുതൽ പഠിക്കാൻ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. എല്ലാവരും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. ബാക്കി വിശദാംശങ്ങളൊക്കെ ഒരു ദിവസം നിങ്ങളുടെ മുമ്പിലേക്ക് ലൈവായിട്ട് ഞങ്ങൾ എത്തിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും റിസൾട്ട് പരമാവധി അതിൻ്റെ സാധ്യത പ്രയോജനപ്പെടുത്തുക. +1-ൻ്റെ റിസൾട്ട് കുറഞ്ഞ വിഷയങ്ങൾ തീർച്ചയായിട്ടും അതിന് +2-ന് കൂടുതൽ മാർക്ക് മേടിച്ചുകൊണ്ട് ഫുൾ A+ മേടിക്കുവാനുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുക. ഇതൊക്കെ പറയാനുള്ളൂ. അപ്പോൾ വീക്കാൻ വേണ്ടിക്ക് നിങ്ങൾ നൽകിക്കൊണ്ടിരുന്ന സപ്പോർട്ട് തീർച്ചയായിട്ടും ഇനിയും ഉണ്ടാവുക. ഇതുപോലെ വരുന്ന സമയത്ത്, വാർത്തകൾ അറിയുന്ന സമയത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ എത്തിക്കാം. അതുവരെ എല്ലാവർക്കും ബൈ.